ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ അക്കൗണ്ട് എങ്ങനെ നമുക്ക് ബിറ്റ്ഗെറ്റ് വാളറ്റായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളുമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പം ഡിസ്കണക്ട് ചെയ്ത് ഈ ഒരു ബിറ്റ്ഗെറ്റിലേക്ക് കണക്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തൊന്നുമില്ല. ബട്ട് നിങ്ങളിപ്പോൾ ചിലർ ടോൺ കീപ്പർ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്, ചിലർ മൈറ്റോൺ വാൾട്ട് ആയിട്ടായിരിക്കും, ചിലർ ടെലിഗ്രാമിന് തന്നെ വാൾട്ട് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ളവർ ഫസ്റ്റ്ലി നിങ്ങൾ നോക്കേണ്ടത് കണക്റ്റഡ് ആപ്ലിക്കേഷൻസിൽ പോയിട്ട് ഈ പറയുന്ന ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ അക്കൗണ്ട് അതിൽ കാട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഫസ്റ്റ് ഒന്ന് എൻഷുർ ചെയ്യുക. ഇപ്പം ടോൺ കീപ്പർ വാൾട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ബ്രൗസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ബ്രൗസർ അതിന്റെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മെയിലായിട്ട് കണക്റ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് എൻഷുർ ചെയ്യുക. ടോൺ കീപ്പർ ആണെന്നുണ്ടെങ്കിൽ, മൈറ്റോൺ വാൾട്ട് ആണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്റ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുകയാണ്. ആക്ച്വലി ബിറ്റ്ഗെറ്റ് വാൾട്ട് ഈസ് ഗുഡ്, നല്ലൊരു വാൾട്ട് തന്നെയാണ്. നമുക്ക് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ കിട്ടാൻ പോകുന്ന കോയിൻസും കാര്യങ്ങളും നമുക്ക് വേറെ എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണം. നമുക്കിപ്പോൾ സപ്പോസ് നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കുന്ന ടൈമിൽ കണക്റ്റഡ് എന്ന് കാണിച്ചു, വാളറ്റിൽ കണക്റ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ആ കാര്യത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് എടുക്കേണ്ട ആവശ്യമില്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് നമുക്ക് ബിറ്റ്ഗെറ്റ് വാൾട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കണം. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ബിറ്റ്ഗെറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമ്മളോട് ഇവിടെ ക്രിയേറ്റീവ് വാളറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ആ ക്രിയേറ്റീവ് വാളറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ക്രിയേറ്റ് നൗ മെംനോമിക് വാൾട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കത് ക്രിയേറ്റ് നൗവിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളോടൊരു പിൻ കോഡ് സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞു ചോദിക്കും. ഒരു 6 ഡിജിറ്റ് പിൻ കോഡാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ആദ്യം എൻ്റർ ചെയ്യുക, ദെൻ അതൊന്ന് വെരിഫൈ ചെയ്യുക. നെക്സ്റ്റ് അത് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജസ്റ്റ് 2 സെക്കൻഡ്സ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വാളറ്റ് ഒന്ന് റെഡി ആയിട്ട് ഇതുപോലെ വരുന്നുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ വാളറ്റ് ബാക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതെ, മേളിൽ തന്നെ നമുക്ക് മൈ വാളറ്റിൻ്റെ ഇവിടെ തന്നെ ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരിക്കും, സിമിലർ ടു ടോൺ കീപ്പർ വാളറ്റ്. നമുക്ക് ബാക്കപ്പേ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ബാക്കപ്പ് മെംനോമിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരിക്കും. ഇത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നമ്മുടെ 12 ഡിജിറ്റ് വരുന്ന 12 വേർഡ്സ് വരുന്ന ഒരു ഫ്രേസ് നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കുകയാണ്. ആ വേർഡ്സ് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നു, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ ഇവിടെ. സോ നമ്മൾ ബാക്കപ്പേ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമുക്ക് ഫ്രേസ് വരുന്നുണ്ട്. നമ്മുടെ പിൻ കോഡ് ഒന്ന് എൻ്റർ ചെയ്യാൻ ചോദിക്കും. പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് 12 വേർഡ്സ് വരുന്ന ഒരു ഫ്രേസ് നമുക്ക് വരുന്നുണ്ടായിരിക്കും, വേർഡ്സ് നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡമ്മി വാൾട്ടായിട്ട് ഉദ്ദേശിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു 12 വേർഡ്സ് വരുന്ന ഇതായിരിക്കും നിങ്ങൾക്കും കിട്ടുക. അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്കപ്പ് മെംനോമിക്സ് കൊടുക്കുക. അന്നേരം അതിനകത്ത് റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 3 വേർഡ്സ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് നിങ്ങളുടെ വാളറ്റ് ബാക്കപ്പായി സെക്യൂർ ആയിട്ടുണ്ടായിരിക്കും. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡായിട്ട് വാളറ്റിൽ, അതായത് റൈറ്റിൽ നിങ്ങൾ കാണുന്ന പോലെ വാളറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ റൈറ്റ് ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടോണിലേക്ക് ഒന്ന് മാറ്റിയിടുക. കാരണം നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റ് വിടുന്ന ടോൺ ആയതുകൊണ്ട് ടോണിലേക്ക് മാറ്റിയിടുക. എങ്കിൽ മാത്രമാണ് നമുക്കിവിടെ ടോണിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്, വാൾട്ട് അഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് ഈ ഒരു ഇപ്പോൾ നമുക്ക് മാറ്റിയപ്പോഴത്തേക്കും ടോണിൻ്റെ വാൾട്ട് അഡ്രസ്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റ് വിട്ട് നമുക്ക് ഈ ഒരു വാൾട്ട് കണക്ട് ചെയ്യാന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം എയർ ഡ്രോപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു എയർ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞ് കാണിക്കും, കണക്ട് യുവർ ടോൺ വാളറ്റ്. ഞാനതിൽ കണക്ട് ചെയ്തപ്പോഴത്തേനും ഓപ്പൺ ഇൻ ടെലിഗ്രാം, അതിൻ്റെ അടിയിൽ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ബിറ്റ്ഗെറ്റ് വാൾട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ബിറ്റ്ഗെറ്റ് വാൾട്ടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇത് URL വരും. അതിൽ എസ് കൊടുക്കുക. എസ് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ഇതിലേക്ക് നമ്മുടെ ബിറ്റ്ഗെറ്റ് വാൾട്ടിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ നമുക്ക് താഴെ അപ്രൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്രൂവിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്ക് റിട്ടേൺ ടു വെബ്സൈറ്റ് സ്റ്റെയിൻ വാളറ്റ് ഈ ഒരു ഓപ്ഷൻ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റിട്ടേൺ ടു വെബ്സൈറ്റ് ആണ്, എങ്കിലാണ് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിലേക്ക് റീഡയറക്റ്റ് ആവത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ റിട്ടേൺ ടു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തു. അന്നേരം നമ്മുടെ വാൾട്ട് ഇതുപോലെ ഇവിടെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ നമുക്കിനി ചെയ്യാനുള്ളത് നമ്മുടെ വാളറ്റ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ആ വാൾട്ടിലൊന്ന് ചെക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബിറ്റ്ഗെറ്റ് വാൾട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ടോപ്പിൽ ഇതുപോലെ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണക്റ്റഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ അപ്പോൾ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും നമ്മുടെ
ഹാംസ്റ്റർ കോമ്പാക്റ്റ് ബിറ്റ്ഗെറ്റ് ആയിട്ട് കണക്റ്റഡ് ആയി എന്നുള്ള കാര്യം. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടുതൽ വീഡിയോസായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്.